ഏവർക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് മാത്സിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയേ. 3 ക്ലോക്കുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ആദ്യത്തേത് രണ്ടാമത്തെ ക്ലോക്കിനേക്കാൾ 10 മിനിറ്റ് പിറകോട്ടാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ക്ലോക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്ലോക്കിനേക്കാൾ 25 മിനിറ്റ് മുൻപോട്ടാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ക്ലോക്കിൽ സമയം എത്ര മണി കാണിക്കുന്നു? 10 മണിയാകുമ്പോൾ രണ്ടാമത്തെ ക്ലോക്കിലെ സമയം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് അവസാന സെൻറ്റൻസിൽ നിന്ന് കണക്ട് വരാം. മൂന്നാമത്തെ ക്ലോക്കിൽ എത്ര മണിയാണ് കാണിച്ചിരിക്കുന്നത്? 10 മണിയല്ലേ. അപ്പോൾ നമ്മളൊന്ന് എഴുതുന്നു, മൂന്നാമത്തെ ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം 10 മണിയാണ്. അപ്പോൾ തൊട്ട് മുന്നിലെ സെൻറ്റൻസിലേക്ക് വന്നേ. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയേ. മൂന്നാമത്തെ ക്ലോക്ക് ഒന്നാമത്തെ ക്ലോക്കിനേക്കാൾ 25 മിനിറ്റ് മുൻപോട്ടാണ്. മൂന്നാമത്തെ ക്ലോക്കാണ് മുന്നിൽ നിൽക്കുന്നത്. എത്ര മിനിറ്റ് മുന്നിൽ നിൽക്കുന്നത്? 25 മിനിറ്റ് മുന്നിൽ നിൽക്കുന്നത്. ആരേക്കാൾ? ഒന്നാമത്തതിനേക്കാൾ. അപ്പോൾ ഒന്നാമത്തെ ക്ലോക്കിലെ സമയം കണ്ടുപിടിക്കാൻ ഈ 10 മണിയിൽ നിന്ന് 10 മണി 25 മിനിറ്റ് മുൻപോട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 10 മണിയിൽ നിന്ന് എത്ര മിനിറ്റ് കുറച്ചാൽ മതി? 25 മിനിറ്റ് കുറച്ചാൽ മതി. കാരണം മൂന്നാമനല്ലേ മുന്നിൽ നിൽക്കുന്നത്, ആദ്യത്തേക്കാൾ ഒന്നാമത്തതിനേക്കാൾ. എത്ര മിനിറ്റ് മുന്നിൽ? 25 മിനിറ്റ് മുന്നിൽ. അപ്പോൾ ഈ 10 മണിയിൽ നിന്ന് എത്ര മിനിറ്റ് കുറയ്ക്കുക? 25 മിനിറ്റ് കുറയ്ക്കുക. നിങ്ങളൊന്ന് ചിന്തിക്കുക. 10 മണിയിൽ നിന്ന് 25 മിനിറ്റ് കുറച്ചാൽ 9 മണി 35 മിനിറ്റ് അല്ലേ? വേണമെങ്കിൽ നമുക്ക് സാധാരണ രീതി എഴുതി നോക്കാം. 10 മണി എന്ന് പറയുമ്പം 9 മണി 60 മിനിറ്റ്. 9 മണിക്കൂറും 60 മിനിറ്റും. 10 മണിയായില്ലേ? 9 മണിക്കൂറും 60 മിനിറ്റും. അതിൽ നിന്ന് എത്ര മിനിറ്റ് കുറയ്ക്കുന്നു? 25 മിനിറ്റ് കുറയ്ക്കുന്നു. 25 മിനിറ്റ് അങ്ങ് കുറയ്ക്കുന്നു. കുറച്ച് പറ. 10ൽ നിന്ന് 5 പൊക്കഴിഞ്ഞാൽ ബാക്കി 5. ഇനി ഇവിടെ ബാക്കി എത്രയേ ഉള്ളൂ? 5. 5ൽ നിന്ന് 2 പൊക്കഴിഞ്ഞാൽ 3. ബാലൻസ് 9 താത്തിറക്കി. 9:35. അപ്പോൾ ആദ്യത്തെ ക്ലോക്കിലെ സമയം കിട്ടി 9:35. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രാമത്തേലെയാ? രണ്ടാമത്തേലെയാ. അപ്പോൾ അതിലേക്ക് കൂടി വരാം. ഇത് 2 സെൻറ്റൻസും കഴിഞ്ഞ് ഇനി ആദ്യത്തെ സെൻറ്റൻസിലേക്ക് തിരിച്ചു വരുന്നു. നോക്കിയേ. ആദ്യ സെൻറ്റൻസ്, ആദ്യത്തേതെന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലോക്കിനേക്കാൾ 10 മിനിറ്റ് പിറകിലാണ്. ആദ്യത്തെ ക്ലോക്ക് പിറകിലാണ് 10 മിനിറ്റ് എന്ന് പറയുമ്പം രണ്ടാമത്തെ ക്ലോക്ക് അതിനേക്കാൾ 10 മിനിറ്റോടെ മുന്നിൽ നിൽക്കണമെന്നല്ലോ. ആദ്യത്തെ ക്ലോക്കിലെ സമയം എത്ര എന്നാണ് കിട്ടിയിരിക്കുന്നത്? 9:35 കിട്ടിയിരിക്കുന്നത്. അതിനേക്കാൾ എത്ര മിനിറ്റ് കൂടി കൂടുതലായിരിക്കണം രണ്ടാമത്തത്? 10 മിനിറ്റോടെ കൂടുതലല്ലേ. അപ്പോൾ ആദ്യത്തതിനേക്കാൾ 10 മിനിറ്റോടെ കൂടുതൽ. ആദ്യത്തെ ക്ലോക്ക് പിറകിൽ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തതിനേക്കാൾ മുന്നിലായിരിക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ കൂടെ 10 കൂടെ കൂട്ടി. 9:35 കൂടെ എത്ര മിനിറ്റ് കൂടെ കൂട്ടാൻ? 10 മിനിറ്റ് ആണ്. കൂട്ടി പറ. 9:35 10 കൂടെ ചേർന്ന് 9:45. ക്വസ്റ്റ്യൻ്റെ ആൻസർ 9:45. 9 മണി എത്ര മിനിറ്റ്? 45 മിനിറ്റ്. സെക്കൻഡ് ക്ലോക്ക് കാണിക്കുന്ന സമയം 9 മണി 45 മിനിറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിക്കണേ. ഈ ഒരു സെൻറ്റൻസ് നോക്ക്. സൂര്യോദയത്തിന് ശേഷം. ആ ഒരു സെൻറ്റൻസ് നമുക്ക് ആദ്യമേ പഠിക്കേണ്ടത്. സൂര്യോദയത്തിന് ശേഷം എഴുതിയിട്ടോണേ. സൂര്യോദയത്തിന് ശേഷം നിഴലിൻ്റെയും നിൽക്കുന്ന വ്യക്തിയുടെയും പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. ആദ്യമേ നിഴലിൻ്റെ പ്രത്യേകത, നിൽക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത. വ്യക്തി, നിഴലും വ്യക്തിയായിട്ടുള്ള ബന്ധമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. നിഴലെന്ന് പറയുന്നത് പിറകിലാണെങ്കിൽ, നിഴല് പിറകിലെന്ന് പറയുമ്പോൾ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് കിഴക്കോട്ട് തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. പഠിച്ചു വെച്ചോണേ. ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. നിഴല് എങ്ങനെ പറഞ്ഞാൽ പിറകിലെന്ന് പറയുമ്പം നിൽക്കുന്ന വ്യക്തി എങ്ങോട്ട് നിൽക്കും? കിഴക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത്. ഇനി നിഴലെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, വലതുവശത്തെന്നാണ് പറയുന്നതെങ്കിൽ, നിഴല് വലതുവശത്തെന്നാണ് പറയുന്നതെങ്കിൽ നിൽക്കുന്ന വ്യക്തി തെക്കോട്ട് തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. നിഴല് വലതുവശത്താണെങ്കിൽ നിൽക്കുന്ന വ്യക്തി എങ്ങോട്ടാ? തെക്കോട്ടാ. ഈ ഒരു 2 കാര്യങ്ങൾ പഠിക്കുക. ബാക്കി അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ലേ? നിഴല് മുന്നിലെന്ന് പറഞ്ഞാൽ പറ. നിഴല് പിറകിലാണെങ്കിൽ കിഴക്ക. അപ്പം മുന്നിലാണെങ്കിൽ കിഴക്കിൻ്റെ ഓപ്പോസിറ്റ് എവിടെ ആയിരിക്കും? പടിഞ്ഞാറായിരിക്കത്തില്ലേ? നിഴല് പിറകിലാണെങ്കിൽ നിൽക്കുന്ന വ്യക്തി കിഴക്കോട്ട് തിരിഞ്ഞ. നിഴല് മുന്നിലാണെങ്കിൽ നിൽക്കുന്ന വ്യക്തി എങ്ങോട്ട് തിരിഞ്ഞായിരിക്കും? പടിഞ്ഞാറോട്ട് തിരിഞ്ഞായിരിക്കും. ഇനി അതേപോലെ നിഴല് വലതുവശം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന വ്യക്തി എങ്ങോട്ടായിരിക്കും? തെക്കോട്ട് തിരിഞ്ഞായിരിക്കും. എന്നാൽ നിഴല് ഇടതുവശത്തെന്നാണ് പറയുന്നതെങ്കിൽ നിൽക്കുന്ന വ്യക്തി എങ്ങോട്ടായിരിക്കും? പറ. വടക്കോട്ട് തിരിഞ്ഞായിരിക്കും. ഇത് 2 പഠിക്കുക. ബാക്കി 2 അവിടെ നിന്ന് കിട്ടും. ഏത് കേസിൽ? സൂര്യോദയത്തിന് ശേഷം പഠിക്കണം. സൂര്യോദയത്തിന് ശേഷം നിഴല് പിറകിലെന്നാണ് പറയുന്നതെങ്കിൽ നിൽക്കുന്ന വ്യക്തി എങ്ങോട്ട് തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്? കിഴക്കോട്ടായിരിക്കും നിൽക്കുന്നത്.
നിഴല് വലതുവശത്തു നിന്നാണ് പറയുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണം, നിഴല് വലതുവശത്തു നിന്നാണ് പറയുന്നതെങ്കിൽ നിൽക്കുന്ന വ്യക്തി എങ്ങോട്ട് തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്? തെക്കോട്ട് തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഇനി അതേപോലെ നിഴല് മുന്നിൽ എന്നാണ് പറയുന്നതെങ്കിൽ, ഇത് പിറകിൽ വന്നപ്പോൾ കിഴക്ക്, മുന്നിൽ എന്നാണ് പറയുന്നതെങ്കിൽ നിഴല് എങ്ങോട്ടായിരിക്കും നിൽക്കുന്ന വ്യക്തി എങ്ങോട്ടായിരിക്കും എന്ന് പറ? പടിഞ്ഞാറോട്ടല്ലേ. ഇനി അതേപോലെ നിഴല് ഇടതുവശത്താണെങ്കിൽ നിൽക്കുന്ന വ്യക്തി എങ്ങോട്ടായിരിക്കും എന്ന് പറ? വടക്കോട്ടല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്ക്, നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്ത് പറയുന്നത്? സൂര്യോദയത്തിന് ശേഷം ഹരി തൻ്റെ നിഴൽ തൊട്ട് പിന്നിൽ പതിക്കുന്ന വിധം നിൽക്കുന്നു. തൊട്ട് പിന്നിൽ, പിറകിൽ എന്ന് പറയുമ്പം നിഴലാണ് പിറകിൽ, നിഴല് പിറകിൽ, ബാക്കിൽ വരുവാന്ന് പറഞ്ഞാൽ അവൻ എങ്ങോട്ട് തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്? കിഴക്ക് വശത്തേക്ക് തിരിഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പൊ ആ ഹരി നിൽക്കുന്നത് കിഴക്കാണ്. നമ്മളിവിടെ അടയാളപ്പെടുത്താം, ഇവിടെ നിൽക്കുവാണ് ഹരി. ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന ഹരി, അതായത് കിഴക്കോട്ട് തിരിഞ്ഞ്, അങ്ങോട്ട് തിരിഞ്ഞ്, കിഴക്കെന്ന് പറയുമ്പോൾ അങ്ങോട്ടല്ലേ, അങ്ങോട്ട് തിരിഞ്ഞാണ് അവൻ നിൽക്കുന്നത്. കാരണം എന്താ? നിഴൽ എവിടെ കണ്ടു? തൊട്ട് പിറകിൽ കണ്ടു. എപ്പോഴും? സൂര്യോദയത്തിന് ശേഷം. സൂര്യോദയത്തിന് ശേഷം തൊട്ട് പിറകിലാണ് നിഴൽ കാണുന്നത് എന്ന് പറയുമ്പം അവൻ എങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും? പിറകിൽ എന്ന് പറയുമ്പം കിഴക്കോട്ടായിരിക്കും തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അവൻ കിഴക്കോട്ടാണ് നിൽക്കുന്നത്. ഇനി അതിനുശേഷം അവൻ എന്ത് ചെയ്യാൻ നോക്കിയേ? അവിടെ നിന്ന് അവൻ ഹരി 10 മീറ്റർ മുന്നോട്ട് നടന്നു. അപ്പൊ ഇവിടാണ് കിഴക്ക് വശം, അങ്ങോട്ട് തിരിഞ്ഞാണ് അവൻ നിൽക്കുന്നത്. അവൻ അങ്ങോട്ട് മുന്നോട്ട് 10 മീറ്റർ നടന്നു. ഒന്ന് അടയാളപ്പെടുത്തി, 10 മീറ്റർ മുന്നോട്ട് നടന്നു. അപ്പൊ അങ്ങോട്ട് നടന്നു. അതിനുശേഷം എന്ത് ചെയ്ത് നോക്കിയേ? എന്നിട്ട് ഇടത്തേക്ക് തിരിഞ്ഞ്, ഇടത്തെന്ന് പറയുമ്പോൾ എന്തോ? ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്കിന് ഓപ്പോസിറ്റ്. ക്ലോക്കിൽ ഇവിടെ ആരോ മാർക്ക് നമ്മൾ വെച്ചെടുത്തു, കൈ ഒന്ന് വെച്ചു. ഇങ്ങോട്ടാണെങ്കിൽ ക്ലോക്കിലെ സൂചി പോകുന്ന ഇങ്ങോട്ടല്ലേ, തിരിച്ചാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്, ഇടത്തേക്ക്. അപ്പൊ മേലോട്ട് അവൻ സഞ്ചരിച്ചു. മേലോട്ട് എത്ര മീറ്റർ സഞ്ചരിച്ചേ? 5 മീറ്റർ സഞ്ചരിച്ചു. ഇടത്തേക്ക് 5 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 5 മീറ്ററോട് നടന്നു. വീണ്ടും അവൻ, അപ്പൊ ഇവിടെ നിൽക്കുന്ന അവൻ ഇടത്തേക്ക് തിരിഞ്ഞ്, വലത്തേക്കാണെങ്കിൽ ക്ലോക്ക് ഇങ്ങനെ പോന്നു, ഇടത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് 5 മീറ്റർ സഞ്ചരിച്ചു. ഇപ്പൊ ഇവൻ ഇവിടെ വന്ന് നിൽക്കുന്ന പോയിന്റ് താണ്ടെ ഇവിടെ, യാത്ര തുടങ്ങിയ സ്ഥലം താണ്ടെ ഇതാ, വന്ന് നിൽക്കുന്ന പോയിന്റ് താണ്ടെ ഇവിടെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡയറക്ഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു, ഇങ്ങോട്ടുള്ള ദിശ. യാത്ര തുടങ്ങിയെടുത്തു നിന്നും ആരംഭിച്ചെടുത്ത് ഏത് ദിശയിലാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. നോക്കിക്കുക നമ്മുടെ ഫിഗർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഏത് ദിശയാ? വടക്ക് കിഴക്ക്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഒന്ന് വരച്ചു നോക്ക്. ഈ ദിശയിൽ നിന്നാണ്ട് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇത് വടക്കാണ്, ഇതെന്താണ്? കിഴക്കാണ്. അപ്പൊ ഇതിന് ഇടയ്ക്കുള്ളതല്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ദിശ. അവനിപ്പോ യാത്ര തുടങ്ങിയെടുത്തു നിന്ന് ഏതകലെയാ? വടക്ക് കിഴക്ക് ദിശയിലാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു കുട്ടയിൽ പൂക്കൾ ഇടുമ്പോൾ ഓരോ മിനിറ്റിലും ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. 8 മിനിറ്റ് കൊണ്ട് കുട്ട നിറയുന്നു എങ്കിൽ കുട്ടയുടെ പകുതി നിറയുന്നതിനുള്ള സമയം, പകുതി നിറയാൻ എത്ര സമയം എടുക്കുന്നു? ഓരോ മിനിറ്റിലും ഇരട്ടിയായിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിളോട് നമുക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. ഇപ്പോൾ ഫസ്റ്റ് മിനിറ്റിൽ, ഒന്നാമത്തെ മിനിറ്റിൽ ഓരോ മിനിറ്റിലും എന്ത് ചെയ്തേക്കുക? ഇരട്ടി ആയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്ത്? പൂക്കൾ. ഫസ്റ്റ് മിനിറ്റിൽ കുട്ടയിലുള്ള പൂക്കൾ എന്ന് പറയുന്നത് 10 ആണെന്നിരിക്കട്ടെ. ഒന്നാമത്തെ മിനിറ്റിൽ കുട്ടയിലുള്ള പൂക്കൾ നമ്മളൊന്ന് സങ്കല്പിക്കുക. പൂക്കളുടെ എണ്ണം എത്ര എടുക്കുന്നു? 10 എടുക്കുന്നു. ഒന്നാമത്തെ മിനിറ്റിൽ 10 പൂക്കളൊന്നിരിക്കട്ടെ, സങ്കല്പിക്കുക. രണ്ടാമത്തെ മിനിറ്റിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് മിനിറ്റിലേക്ക് വരുമ്പോൾ ഓരോ മിനിറ്റിലും എന്താവുന്ന പറയുന്നത്? ഇരട്ടിയാവുന്നു എന്ന് പറയുമ്പോൾ 10ന്റെ ഇരട്ടി എത്ര? 20 അല്ലേ. അപ്പൊ മൂന്നാമത്തെ മിനിറ്റിൽ വരുമ്പോൾ, തേർഡ് മിനിറ്റിൽ വരുമ്പം ഈ 20ന്റെയും ഇരട്ടി എത്ര? 40 അല്ലേ. അടുത്തത് 4ാമത്തെ മിനിറ്റിൽ വരുമ്പോൾ, ഫോർത്ത് മിനിറ്റിൽ വരുമ്പം ഈ 40ന്റെയും ഇരട്ടി, 40ന്റെ ഇരട്ടി 80 അല്ലേ. ഓക്കെ ആണോ? ഇങ്ങനെ കൂടിക്കൂടി ഇങ്ങനെ ഓരോ മിനിറ്റിലും ഇരട്ടി ആയിക്കൊണ്ടിരിക്കുമോ? നിങ്ങൾ പുറകിൽ നിന്ന് ചിന്തിച്ചേ. ഈ 80ന്റെ ഫുള്ളായിട്ട് 80 ഉണ്ടെങ്കിൽ ആ 80ന്റെ പകുതിയല്ലേ തൊട്ട മുന്നിലുള്ള മിനിറ്റിൽ? 80ന്റെ പകുതി 40. ഈ 40ന്റെ പകുതിയല്ലേ തൊട്ട് മുന്നിലുള്ള മിനിറ്റിൽ? ആ 40ന്റെ പകുതി 20. ഈ 20ന്റെ പകുതിയല്ലേ തൊട്ട് മുന്നിലുള്ള മിനിറ്റിൽ? 20ന്റെ പകുതി 10 എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥമാക്കുന്നത്? മിനിറ്റുകൾ കൂടി പോകുന്തോറും ഇവിടെ 2 വീതം ഗുണിച്ച് വരുന്നു. എന്നാൽ പുറകിലോട്ട് വരുമ്പം ആ 2 കൊണ്ട് 80 40 40 20 20 10 എന്ന് പറയുമ്പോൾ പകുതി വരുന്നു. നമ്മുടെ ചോദ്യം പറഞ്ഞേക്കാൻ നോക്കി, 8 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്തു? കുട്ട നിറഞ്ഞു. കുട്ട നിറയാൻ എത്ര മിനിറ്റ് വേണം? 8 മിനിറ്റ് കൊണ്ട് ഫുള്ളായിട്ട് നിറഞ്ഞു. അതിൻ്റെ പകുതി നിറയാൻ
എത്ര സമയം എടുക്കും? പകുതി. ഫുള്ളായിട്ടുള്ളതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ തൊട്ട് മുന്നിലുള്ളതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് കുറഞ്ഞാൽ പോരെ. അപ്പോൾ ഈ 8ൽ നിന്ന് 1 മിനിറ്റ് കുറഞ്ഞു. എത്ര മിനിറ്റ്? പകുതി നിറയാൻ എത്ര സമയം മതി? 7 മിനിറ്റ് മതി. കാരണം എന്താ? ഇങ്ങോട്ട് കൂടി പോകുന്തോറും എത്ര വീതം ഗുണിച്ചു പോകുന്നു? 2 വീതം ഗുണിച്ചു പോകുന്നു. പുറകിലോട്ട് വരുന്തോറും 2 വീതം ഹരിച്ച് വരും, അല്ലെങ്കിൽ പകുതിയായി വരുമല്ലേ പുറകിലോട്ട്. ഫുള്ളായിട്ട് നിറയാൻ 8 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു. 8 മിനിറ്റ് കൊണ്ട് ഫുള്ളായിട്ട് നിറയും. അതിൻ്റെ പകുതി വേണമെങ്കിൽ തൊട്ട് മുൻപിലുള്ള മിനിറ്റ് അല്ലേ? അപ്പോൾ 8 മിനിറ്റിന് തൊട്ട് മുന്നിലുള്ള മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏതാ? 7 മിനിറ്റ്. ക്വസ്റ്റിൻ്റെ ആൻസർ പകുതി നിറയാൻ എത്ര സമയം? 7 മിനിറ്റ്. നമ്മുടെ ചോദ്യം നോക്കിയേ. 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന 100നും 1000നും ഇടയിലുള്ള പൂർണ്ണസംഖ്യകളുടെ എണ്ണം. അതായത് AP-യിലെ ചോദ്യമാണ്. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കണേ. പദങ്ങളുടെ എണ്ണം n കണ്ടുപിടിക്കാൻ ഇക്വേഷൻ an - a/d + 1. അവസാന സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, ഒന്നുകൂടെ കൂട്ടുക. an - a/d + 1. ഇപ്പോൾ D എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എത്ര കൊണ്ട് ഹരിക്കാനാണോ പറയുന്നത് അതായിരിക്കും പൊതുവ്യത്യാസം. എത്ര കൊണ്ട് ഹരിക്കാനാണ് പറയുന്നത്? 11 കൊണ്ട്. അപ്പോൾ ഡിയുടെ വില നമുക്ക് കിട്ടി. എത്ര എന്ന് കിട്ടി? 11 കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്ന ആദ്യ പദവും അവസാന പദവും. അവിടെ ഇത്തിരി സ്റ്റെപ്പ് വരും, എങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഇവിടെ 100നും 1000നും ഇടയിൽ എന്നാ പറയുന്നത്. ചോദ്യം നോക്കിക്കണം, ഇടയിൽ. അപ്പോൾ നമുക്ക് 100 എടുക്കാൻ പറ്റില്ല, 1000 എടുക്കാൻ പറ്റില്ല. ഇനി ഇടയ്ക്കുള്ള സംഖ്യകൾ. 100 കഴിഞ്ഞാൽ വരുന്ന സംഖ്യ 101. നിങ്ങൾ 101 എത്ര കൊണ്ട് ഹരിക്കുന്നു? 11 കൊണ്ട് ഹരിച്ചു നോക്കുന്നു. 11 കൊണ്ട് ഹരിക്കും. പൂർണ്ണമായിട്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്ടം എത്ര വരണം? 0 വരണം. നോക്കാം, നമുക്ക് ശിഷ്ടം 0 വരും നോക്കാം. 101 11 കൊണ്ട് ഹരിക്കുക. എത്ര പ്രാവശ്യം? 11 9 99. ബാക്കി ശിഷ്ടം എത്ര കിട്ടിയേ? 2 കിട്ടിയേ. 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്ടം എത്ര വരണം? 0 വരണം. 101 ഹരിച്ചപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ നമുക്ക് സൈഡിലോട്ട് നിന്നിടാം. 101 11 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടം 2. അടുത്ത 102 കൂടി വരട്ടെ. 102 ആകുമ്പം ശിഷ്ടം 3 ആയിരിക്കും. സംഖ്യ കൂടുമ്പോൾ ശിഷ്ടവും കൂടും, സംഖ്യ കുറയുമ്പോൾ ശിഷ്ടവും കുറയും. 103 ആണെങ്കിൽ ശിഷ്ടം 4, 104 ആണെങ്കിൽ ശിഷ്ടം 5, 105 ആണെങ്കിൽ ശിഷ്ടം 6, 106 ആണെങ്കിൽ ശിഷ്ടം 7, 107 ആണെങ്കിൽ ശിഷ്ടം 8, 108 ആണെങ്കിൽ ശിഷ്ടം 9, 109 ആണെങ്കിൽ ശിഷ്ടം 10, 110 ആണെങ്കിൽ ശിഷ്ടം. ശ്രദ്ധിക്കുക, 10 കഴിഞ്ഞ അടുത്ത് എത്ര വരണ്ടേ? 11 അല്ലേ വരണ്ടേ? പക്ഷെ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കുന്നു? 11 കൊണ്ട് ഹരിക്കുന്നു. ആ സംഖ്യാനം വന്നിരിക്കുമ്പം, ഹരിക്കുന്ന അതേ സംഖ്യാനം വന്നിരിക്കുമ്പം ശിഷ്ടമായിട്ട് എത്ര കൊടുക്കണം? 0 കൊടുക്കണം. 10 കഴിഞ്ഞ് 11 എഴുതണ്ടേ? പക്ഷെ അതേ സംഖ്യാനം വരുമ്പോൾ 11 വരുമ്പോൾ ശിഷ്ടം എത്ര കൊടുത്തു? 0 കൊടുത്തു. അപ്പൊ ആദ്യ പദം 110 11 കൊണ്ട് ഹരിക്കുമ്പോഴാണ് എത്ര വരുന്നത്? 0 വരുന്നത്. ആദ്യ പദം എന്ന് പറഞ്ഞത് എത്ര? 110. ആദ്യ പദം കിട്ടി 110. ഇനി അതേപോലെ അവസാന പദം. ഇവിടെ അവസാന സംഖ്യ 1000 എന്നാണ് കിടക്കുന്നത്. അതിന് ഇടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് 1000 എടുക്കരുത്. ഇടയിൽ എന്ന് പറയുമ്പോൾ 1000ന് മുമ്പുള്ളത് 999. അതിനെ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കുന്നു? 11 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിക്കേ. 99-നകത്ത് 9 11 99. ബാക്കി 9. ഇവിടെ മേളിലൊരു 0 കൊടുക്കണം, 9-നകത്ത് അടങ്ങാത്തതുകൊണ്ട്. ശിഷ്ടം മതി നമുക്ക്. അവിടെ ശിഷ്ടം എത്ര കിട്ടി? 9 കിട്ടിയോളൂ. നമുക്ക് എത്ര ശിഷ്ടം വരണ്ടേ? പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ശിഷ്ടം 0 വരണ്ടേ. ശിഷ്ടം 0 വരുന്നതിനും വരെ എഴുതണം. ശ്രദ്ധിക്കുക, 999 ഞാൻ ഇങ്ങോട്ടൊന്ന് കാണിക്കാം. 999 ആയപ്പം കിട്ടിയ ശിഷ്ടം ഒന്ന് എടുത്തെഴുതി 9. സംഖ്യ കുറഞ്ഞു വരണ്ടേ? 0 വരുന്നണം വരെ എഴുതണം. കുറഞ്ഞു വരട്ടെ. 998 ആകുമ്പോൾ കുറയട്ടെ 8, 997 ആകുമ്പോൾ കുറയട്ടെ 7, 996 ആകുമ്പം 6, 995 ആകുമ്പം 5, 994 ആകുമ്പം 993 ആകുമ്പോൾ 4, 993 ആകുമ്പോൾ 3, 992 ആകുമ്പോൾ 2, 991 ആകുമ്പം 1, 990 ആകുമ്പം 0. അപ്പൊ അവസാന പദം 0 വരുന്നത് ഏതാ? 990. അപ്പൊ അവസാന പദവും കിട്ടി 990. ഈ ആദ്യത്തതും അവസാനത്തും കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ പാട്. ബാക്കി ഈ ഇക്വേഷൻ അത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്താ ചെയ്തേ? 100ന് ഇടയിൽ എന്ന് പറയുമ്പോൾ 100 കഴിഞ്ഞ് വരുന്ന 101. അതിനെ ഹരിച്ചപ്പോൾ 2 എഴുതി. അത് താഴെ തൊട്ട് ശിഷ്ടം 0 വരുന്ന എഴുതി. 1000ന് ഇടയിൽ എന്ന് പറയുമ്പോൾ 1000ന് ഇടയ്ക്കുള്ള 999 വന്നു. അതിനെ ഹരിച്ച് വന്നു, ശിഷ്ടം 0 കിട്ടി. ഇപ്പൊ പൊതുവ്യത്യാസം 11, ആദ്യ പദം 110, അവസാന പദം 990. ഈ ഇക്വേഷൻ അത് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അത് കൊടുക്കുക. നമ്മൾ പഠിച്ചല്ലോ, അവസാനത്തത് മൈനസ് ആദ്യത്തത് ബൈ ഡി പ്ലസ് 1. 990 - 110 ബൈ ഡി എത്ര? 11 + 1.
ഇത് കുറയ്ക്കുക, 11 കൊണ്ട് ഹരിക്കുക, ഒന്നുകൂടെ കൂട്ടുക. 990 110 കുറയ്ക്കാൻ 880/11 + 1. 88-നകത്ത് 11 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം അല്ലേ? അപ്പൊ 8 0 80 + 1 80ഉം ഒന്നുകൂടെ ചേർത്ത് 81. അപ്പൊ എന്തുവാ? 100നും 1000നും ഇടയിൽ 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുള്ള? 81 സംഖ്യകൾ. ആൻസർ 81. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ. ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം 384 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ അതിന്റെ വ്യാപ്തം എത്ര ഘന സെന്റിമീറ്റർ ആണ് എന്നാണ് ചോദ്യം. ക്യൂബ് അതുകൊണ്ട് ഈ ആകൃതിയല്ലേ നമ്മൾ ഏണിയും അമ്പ കളിക്കുന്ന ഡൈസിന്റെ പ്രത്യേകത. ഇത് സൈഡ് എ എന്ന് എടുക്കുന്നു, ഈ സൈഡും എ എന്ന് എടുക്കുന്നു, ഈ സൈഡും എ എന്ന് എടുക്കുന്നു. വശത്തിനെ എല്ലാം എ, എല്ലാ സൈഡും എ ആയിരിക്കും. ആണേ എത്ര ഫേസുകൾ അതിനുള്ള, എത്ര മുഖങ്ങളുള്ളതാണ്ട് ഇതേപോലെ എത്ര മുഖങ്ങളുണ്ട്? 6 മുഖങ്ങളല്ലേ ഉള്ളേ. ഉപരിതല വിസ്തീർണം എന്ന് പറയുമ്പോൾ എല്ലാ മുഖങ്ങളുടെ ചേർന്നുള്ള വിസ്തീർണം. ഒരു മുഖത്തിൻ്റെത് a × a എത്ര? a² അല്ലേ. അങ്ങനെ എത്ര മുഖങ്ങൾ? 6 മുഖങ്ങൾ. അപ്പൊ 6 എണ്ണത്തിന്റെ കൂടി വിസ്തീർണം എന്ന് പറയുമ്പോൾ എത്ര? 6a². ഒരു ക്യൂബിന്റെ എന്ത് കണ്ടുപിടിക്കാൻ? ഉപരിതല വിസ്തീർണം. അതിന്റെ ഇക്വേഷൻ എന്തുവാ? 6a². അതിന്റെ വിലയാണ് 384. അപ്പൊ 6a² വില 384. a² = 384 ÷ 6. 384 6 കൊണ്ട് ഹരിച്ചു നിങ്ങൾ നോക്കിക്കേ. 384 6 64 പ്രാവശ്യം. a² വില 64 എന്ന് കിട്ടി. എങ്കിൽ a സമം സ്ക്വയർ മാറ്റാൻ റൂട്ട് എടുത്തു. √64 എന്ന് പറയുമ്പോൾ എത്ര എന്ന് കിട്ടി? 8 എന്ന് കിട്ടി. 8 സെന്റിമീറ്റർ. ഒരു സൈഡാണ് കിട്ടിയ 8. പക്ഷെ നമ്മുടെ ചോദ്യം എന്ത് കണ്ടുപിടിക്കാൻ? വ്യാപ്തം. വ്യാപ്തം കണ്ടുപിടിക്കാൻ നീളം ഗുണം വീതി ഗുണം ഉയരം. ഇവിടെ എല്ലാം a തന്നെ അല്ലേ? a × a എന്ന് പറയുമ്പോൾ വ്യാപ്തത്തിന്റെ പ്രത്യേകത. വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ a³ തരുന്ന സൈഡിന്റെ ക്യൂബ് എടുക്കുന്നു. സൈഡ് എത്ര നമുക്ക് കിട്ടിയേ? 8 എന്നല്ല കിട്ടിയേ. അപ്പൊ 8ന്റെ ക്യൂബ് എടുക്കുക. 8ന്റെ ക്യൂബ് 8 × 8. ആൻസർ 512. യൂണിറ്റ് ഇവിടെ ഉണ്ട്. ഘന സെന്റിമീറ്റർ. അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് എന്ത് പറയാം? സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 512 ഘന സെന്റിമീറ്റർ. അവിടെ നമുക്ക് അറിയേണ്ട 2 കാര്യങ്ങൾ. ഉപരിതല വിസ്തീർണത്തിന്റെ കണ്ടീഷൻ എന്തുവാ? 6a² ആണ്. വ്യാപ്തത്തിന്റെ കണ്ടീഷൻ എന്തുവാ? a³ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. 2 പേരും കൂടി ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർത്തു. അവർ 2 പേരും കൂടി ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ 7 ദിവസം കൊണ്ട് തീരും. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആര് മാത്രം? ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? ഓരോ സെൻറ്റൻസും നോക്കിയിട്ട് ചെയ്യാം. നോക്കുക. എക്ക് ബിയുടെ ഇരട്ടി ജോലി എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന ആള് ബി ചെയ്യുന്നതിൻ്റെ എത്ര ചെയ്യും? ഇരട്ടി ചെയ്യും. എ എന്ന് പറയുന്ന ആള് ബിയുടെ ഇരട്ടി ചെയ്യും എന്ന് പറയുമ്പോൾ a = b × 2. ഈ ബി എ നിങ്ങൾ ഇപ്പുറത്തോട്ടാക്കി കൂടെ. അപ്പോൾ പറ a/b. a/b = സമത്തിനപ്പുറം ഒരു 2 ഉണ്ട്. ഇവിടെ താഴെ നമുക്ക് 1 കൊടുക്കാമല്ലോ. അപ്പോൾ എയുടെ എഫിഷ്യൻസി 2 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 1. ബി ചെയ്യുന്നതിൻ്റെ ഇരട്ടിയാണ് ആര് ചെയ്യുന്നത്? എ ചെയ്യുന്നത്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു? ഒരുമിച്ച് ആ ജോലി ചെയ്യുന്നത് 7 ദിവസം കൊണ്ടാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ, ആകെ ജോലി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിയ ആ ട്രയാങ്കിൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്തുവാ? എഫിഷ്യൻസി × ടൈം. വർക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഫിഷ്യൻസി × ടൈം. ടോട്ടൽ എഫിഷ്യൻസി × ടൈം. ടൈം 2 പേരും കൂടെ ചെയ്യുന്നതല്ലേ 7 ദിവസം. അപ്പോൾ ടൈമിൻ്റെ സ്ഥാനത്ത് 7 × 2 പേരോട് ചെയ്യുന്നുണ്ട്. 2 പേരുടെയും കൂടി എഫിഷ്യൻസി. നമുക്ക് എയുടെ എഫിഷ്യൻസി 2, ബിയുടെ 1. 2 1 ചേർത്താൽ 3 അല്ലേ? ടോട്ടൽ എഫിഷ്യൻസി 3. അപ്പോൾ എഫിഷ്യൻസി സ്ഥാനത്ത് 3 കൊടുത്തു. 3 × 7 എത്ര എന്ന് കിട്ടി? 21. അപ്പോൾ അവർ ചെയ്യേണ്ട ആകെ ജോലി നമുക്ക് കിട്ടി എത്ര? 21. ടോട്ടൽ വർക്ക് 21 എന്ന് കിട്ടി. ആണേ നമ്മുടെ ചോദ്യം ആ വർക്ക് ആര് ചെയ്യാൻ? ബി ഒറ്റയ്ക്ക് ചെയ്യാൻ. ആ ജോലി ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്ര ദിവസം എടുക്കും? നോക്ക്. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസി. ടൈമിൻ്റെ ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസി. നമുക്ക് വേണമെങ്കിൽ എഴുതാം വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് എത്ര?
മൊത്തത്തിൽ ചെയ്യേണ്ട ജോലി എത്ര? 21 അല്ലേ? അപ്പൊ ടോട്ടൽ വർക്ക് 21. ആരാ ചെയ്യണ്ടേ? ബി അല്ലേ? ബിയുടെ എഫിഷ്യൻസി നോക്കിക്കേ, ബിയുടെ എഫിഷ്യൻസി 1 അല്ലേ? അപ്പൊ 21/1. 21/1 എന്ന് പറയുമ്പോൾ എത്ര? 21. ബി ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ആ ജോലി എത്ര ദിവസം എടുക്കും? 21 ദിവസം എടുക്കും. ഇനി എയുടെ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? 21 ടോട്ടൽ വർക്കിന് എയുടെ എഫിഷ്യൻസി എത്ര? 2. 21 എത്ര ചെയ്തേനെ? 2 ചെയ്തേനെ. ഇവിടെ ബിയുടെ ആയതുകൊണ്ടാണ് ടോട്ടൽ വർക്ക് 21, ബിയുടെ എഫിഷ്യൻസി 1. ആരുടെയാണോ ചോദ്യം അത്. ഇവിടെ നമുക്ക് അറിയേണ്ടത് വർക്ക്, എഫിഷ്യൻസി, ടൈം, അതിനുള്ള ഇക്വേഷനാണ് എഴുതിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് എ എന്ന് പറയുന്നത് ബിയുടെ ഇരട്ടി ചെയ്തു. അപ്പൊ ബി എ മാത്രം ഇപ്പുറമാക്കി, അതാണ് A/B. ബി ചെയ്യുന്നതിന്റെ ഇരട്ടിയാണ് എ ചെയ്തത്. ബി 1 ചെയ്യുവാണെങ്കിൽ എ 2 ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ. ഒരാൾ എക്സിൽ നിന്ന് വൈയിലേക്ക് പോയി. അയാൾ എന്ത് ചെയ്തു? ആദ്യത്തെ 1/3 ദൂരം 40 km/h വേഗതയിലും അടുത്ത 1/3 ദൂരം ആ 30 km/h വേഗതയിലും ബാക്കി ദൂരം 15 km/h വേഗതയിലുമാണ് പോയത് എങ്കിൽ അയാൾ ആ യാത്രയിലെടുത്ത ശരാശരി വേഗത, ആവറേജ് സ്പീഡാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിക്കണേ, ആദ്യത്തെ 1/3 ഒരു ഭാഗം ദൂരമാണ്. മൊത്തത്തിൽ 3 ദൂരം ഉണ്ടെങ്കിൽ ഒരു ഭാഗം എങ്ങനെ പോയേ? 40 km/h വേഗതയിൽ. പിന്നെ അടുത്ത 1/3. അപ്പോൾ ഇവിടെ 1/3, ഇവിടെ 1/3. അപ്പോൾ ആകെ ഒരു ഭാഗം എത്ര ഭാഗമായി? 2 ഭാഗമായി. ഇനി ബാക്കി എന്ന് പറയുമ്പോഴും എത്ര ഭാഗം കാണും? 1/3 അല്ലേ? ആകെ 3 ഭാഗം ഉണ്ടെന്നകത്ത് ഒരു ഭാഗം പോയി, പിന്നെയും 1/3 ഒരു ഭാഗം പോയി, ബാക്കി പിന്നെയും 3 എത്ര കാണും? ഒരു ഭാഗം കാണത്തില്ലേ? ഇവിടെ ദൂരങ്ങളെല്ലാം സെയിം അല്ലേ? ദൂരങ്ങളെല്ലാം സെയിം ആണെങ്കിൽ ശ്രദ്ധിക്കുക, തരുന്ന ദൂരങ്ങളെല്ലാം സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡ്, ശരാശരി വേഗത എത്ര ക്വാണ്ടിറ്റി ഉള്ളേ? 1 ക്വാണ്ടിറ്റി, 2 ക്വാണ്ടിറ്റി, 3 ക്വാണ്ടിറ്റി, 3 എണ്ണം ഉണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇക്വേഷൻ എന്നാണ്ട് ഇതാണ് 3 × A × B × C. 3ABC by AB plus BC plus AC. എപ്പോഴാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? ദൂരം സെയിം ആണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? 3 വാല്യൂസ് തരുന്നെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? 3ABC by AB plus BC plus AC. ഇനി അതിനകത്തോട് വിലയും കൊടുത്ത് വന്നാൽ മാത്രം മതി. നമുക്ക് ഓരോ വിലയും കൊടുക്കാം. എയും ബിയും സി എന്ന് പറഞ്ഞാൽ തരുന്ന സ്പീഡാ, വേഗതയാ. നമുക്ക് ആദ്യം സഞ്ചരിച്ചത് എയുടെ വില 40, ബിയുടെ വില 30, സിയുടെ വില 15. ദൂരം സെയിം ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളേ. വില കൊടുത്തോ? 3 × 40 × എയുടെ സ്ഥാനത്ത് 40, ബിയുടെ സ്ഥാനത്ത് 30, സിയുടെ സ്ഥാനത്ത് 15. 3 × 40 × 30 × 15 ബൈ. ഇനി ഗുണിക്കണേ. എ ഗുണം ബി, എയുടെ സ്ഥാനത്ത് 40, ബിയുടെ സ്ഥാനത്ത് 30, 40 × 30 പ്ലസ് ബി × സി, ബിയുടെ സ്ഥാനത്ത് 30, സിയുടെ സ്ഥാനത്ത് 15, 30 × 15 പ്ലസ് എ × സി, എയുടെ സ്ഥാനത്ത് 30, ബിയുടെ സിയുടെ സ്ഥാനത്ത് 15, എയുടെ സ്ഥാനത്ത് 40, സിയുടെ സ്ഥാനത്ത് 15, 40 × 15. മേളത്തെ ഗുണിക്കേണ്ട, അത് അതേപോലെ തന്നെ ഇട്ടാൽ മതി. താഴത്തെ ഗുണിച്ചങ്ങ് കൂട്ടി എഴുതാം. പറഞ്ഞു 3 × 40 × 30 × 15 ഡിവൈഡഡ് ബൈ. ഇത് ഗുണിച്ചങ്ങ് കൂട്ടിക്കോണം. ഗുണിക്ക് 40 × 30, 4 3 12, 2 0, 1200. 15 × 3 45, 1 0, 450. 15 × 4 1 0, 600. ഇനി ഇതെല്ലാം കൂടെ, ഈ താഴത്തെ എല്ലാം കൂടെ കൂട്ട്. മേളത്തെ അതേപോലെ തന്നെ എഴുതുക. 3 × 40 × 30 × 15 ബൈ. ഈ കിട്ടിയതെല്ലാം കൂടെ അങ്ങ് കൂട്ട്. 1200 ഉണ്ട്, 600 ഉണ്ട്, 450 ഉണ്ട്. എല്ലാം കൂടെ കൂട്ടി നോക്കിക്കേ, 2250 കിട്ടത്തില്ലേ? ഇനി കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്തോളാം. ഈ ഒരു പൂജ്യവും ഒരു പൂജ്യവും നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? ഇവിടുത്തെ മേളത്തെ ഒരു പൂജ്യവും താഴത്തെ ഒരു പൂജ്യവും. 225 15. നോക്ക്, 225 15, 15ന്റെ ഗുണിതമല്ലേ? 225 15 എത്ര പ്രാവശ്യം? 15 പ്രാവശ്യം അല്ലേ? ഈ 30ഉം 15ഉം, 30നകത്ത് 15 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം അല്ലേ? ഗുണിച്ചാൽ പോരെ. ബാക്കി 3 × 4 12, 12 × 2 24. ആൻസർ 24 km/h. ക്വസ്റ്റ്യന്റെ ആൻസർ 24 km/h. ഇത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. LCM മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. അതുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കും. ഒന്നാമത്തെ വേഗത, ഒന്നാമത്തെ സ്പീഡ്, ദൂരം സെയിം ആകുമ്പോൾ മാത്രമാണ് ഈ ലോജിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ വേഗത എത്ര? 40. അപ്പൊ 40 എഴുതി. രണ്ടാമത്തെ വേഗത എത്ര? 30 എഴുതി. മൂന്നാമത്തെ വേഗത എത്ര? 15. ആ 15 എഴുതി.
ഈ തരുന്ന സംഖ്യകളുടെ ആ തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ എൽസിയം ലസാഗു കണ്ടുപിടിക്കുക. എൽസിയം എടുക്കുക. ഏതിൻ്റെയൊക്കെ? 40-ന്റെയും 30-ന്റെയും 15-ന്റെയും ലസാഗു നിങ്ങളൊന്ന് എഴുതി നോക്കുക. ആ ലസാഗു എന്ന് പറയുമ്പോൾ 120 എന്ന് കിട്ടും. ഇതെന്തുവാ? എൽസിയം ലസാഗു ആണ്. എൽസിയം 120 എന്ന് കിട്ടി. ഇനി ഈ 120-നെ നമുക്ക് തന്നിട്ടുള്ള ഓരോന്നും കൊണ്ട് ഹരിച്ചങ്ങ് എഴുതുക. നമ്മൾ വർക്ക് ആൻഡ് ടൈം പഠിച്ചിട്ടില്ലേ? അതേപോലെ രീതിയിൽ ഈ 120-നെ തന്നിട്ടുള്ള ഓരോന്നും കൊണ്ട് ഹരിക്കുന്നു. 120-നകത്ത് 40, 120-നെ 40 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ആണ്. 120-നെ ഈ 30 കൊണ്ട് ഹരിക്കുന്നു. 120-നകത്ത് 30 4 പ്രാവശ്യമാണ്. ഈ 120-നെ 15 കൊണ്ട് ഹരിക്കുന്നു. 120-നകത്ത് 15 8 പ്രാവശ്യമാണ്. ഇനി അവിടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു സ്റ്റെപ്പ് കൂടി, ലാസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ. ടോട്ടൽ എൽസിയം എത്രയായിരുന്നു? 120 അല്ലേ? ആ 120 ഡിവൈഡഡ് ബൈ എൽസിയം എടുത്തു 120, അതേ ബൈ നമുക്ക് കിട്ടിയത് ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടുന്നു. ഈ കിട്ടിയിരിക്കുന്ന സംഗതി എല്ലാം കൂടെ അങ്ങ് കൂട്ടുന്നു. ഏതൊക്കെ? ഇവിടെ ഹരിഷ് എഴുതിയതെല്ലാം കൂടെ കൂട്ടി. ഏതൊക്കെയാ? 4 3 4 8, 4 3 7, 7 8 കൂടെ കൂട്ടി 15. ഇത് മാത്രം പോരാ, അവിടെ എത്ര വാല്യൂസാണ് ഉള്ളത്? 3 ക്വാണ്ടിറ്റി അല്ലേ ഉള്ളത്. അതുകൊണ്ട് ഇൻറ്റു എത്രയോടെ അങ്ങ് എഴുതിക്കോണം? 3 കൂടെ എഴുതിക്കോണം. 2 എണ്ണം ഉള്ളായിരുന്നെങ്കിൽ ഇൻറ്റു 2 എന്ന് എഴുതിയേനെ. 5 എണ്ണം ഉണ്ടെങ്കിൽ ഇൻറ്റു 5 എന്ന് എഴുതിയേനെ. ഇവിടെ 3 വിലകളുണ്ട്, അതുകൊണ്ട് ഇൻറ്റു 3 എന്നൂടെ ഇട്ടു. ഈ 120 ഈ എൽസിയം ആണ്. ഇതെല്ലാം കൂടി ഈ താഴത്തെ എല്ലാം കൂടെ കൂട്ടിയതാണ് ഈ 15. ഈ 3 എവിടെ നിന്നാണ് വന്നത്? ഇത് എത്ര എണ്ണം ഉണ്ടോ അത് കൊടുത്തു. ഇനി കട്ട് ചെയ്താൽ പോരെ? നോക്ക്, 15ഉം 3ഉം. 15-നകത്ത് 3 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 120-നെ 24 കൊണ്ട് 120-നെ 5 കൊണ്ട് ഹരിക്കാൻ 120/5 24. ക്വസ്റ്റിന്റെ ആൻസർ 24 km/h. ഒന്നെങ്കിൽ എൽസിയം മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ 3 എണ്ണം ആകുമ്പം 3abc by ab plus bc plus ac. 2 എണ്ണം ആണെങ്കിൽ ഇക്വേഷൻ 2ab by a plus b എന്ന് വരും. 2ab by a plus b. ഇവിടെ 3 എണ്ണം വരുമ്പോഴാണ് ab plus bc plus ac എന്നൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ. 4 8 x ഇവ അനുപാതത്തിലായാൽ എന്തിൻ്റെ വില കണ്ടുപിടിക്കാൻ? എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ. വലുതായിട്ടൊന്നും ഒന്നുമില്ല. എ ബി സി ഇവ അനുപാതത്തിലായാൽ സിയുടെ വിലയൊക്കെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നോക്കാം നമുക്ക് പ്രത്യേകത ശ്രദ്ധിച്ചേ. ഇവിടെ 4 8 ആദ്യത്തെ 2 എണ്ണം നിങ്ങൾ എടുക്കുക. 4:8 ഇസ് ഈക്വൽ ടു അടുത്ത ഇതുകൂടെ കണക്ട് ചെയ്യുക. 8:x. ഇങ്ങനെ 3 എണ്ണം തരുന്ന സന്ദർഭങ്ങളിൽ ആദ്യത്തെ 2 എണ്ണം പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെയും 4:8 ഇസ് ഈക്വൽ ടു 8:x. ഈസ്റ്റ് മാറ്റി ഒന്ന് ബൈ ആക്കിക്കേ. 4/8 ഇസ് ഈക്വൽ ടു 8/x. ഈസ്റ്റ് മാറ്റി ഒന്ന് ബൈ എഴുതി. 4/8 ഇസ് ഈക്വൽ ടു 8/x. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ക്രോസ് ചെയ്ത് പറ. 4 × x 4x എന്ന് കിട്ടത്തില്ലേ? ഇവിടെ 8 × 8 8 × 8 64 എന്ന് കിട്ടത്തില്ലേ? ഞാൻ 8 × 8 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 67 എഴുതണമെങ്കിൽ എഴുതാം. x ഇസ് ഈക്വൽ ടു 8 × 8 എത്ര എന്ന് കിട്ടി? 4. അല്ലെങ്കിൽ 64/4 ഹരിച്ച് എഴുതിയാൽ മതി. 68-നകത്ത് 4 2 പ്രാവശ്യം 2 × 8 16. അല്ലെങ്കിൽ 64/4 എന്ന് പറയുമ്പോൾ 16 എന്ന് വരും. എക്സിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 16. ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. അതുകൂടെ നമുക്ക് നോക്കിയേ. ഏറ്റവും എളുപ്പ രീതി ശ്രദ്ധിക്കുക. ഇത്രയൊന്നും എഴുതാതെ ലോജിക്ക് ശ്രദ്ധിക്കണേ. a, b, x ഇവ അനുപാതത്തിലായാൽ എക്സിന്റെ വില എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ a, b എന്നിവയുടെ മൂന്നാം അനുപാതം കണ്ടുപിടിക്കാൻ പറയാം. എല്ലാം ഒന്ന് തന്നെയാണ്. മൂന്നാമത്തെ സംഖ്യ അറിയാത്ത അതിനെന്നാ എക്സ് എന്ന് കൊടുത്തേ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്തുവാ? തേർഡ് പ്രൊപ്പോർഷൻ. മൂന്നാം അനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏറ്റവും എളുപ്പ രീതി മൂന്നാമത്തെ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണേ. രണ്ടാമത് കിടക്കുന്നതിന്റെ സ്ക്വയർ ബൈ ആദ്യത്തെ. രണ്ടാമത് കിടക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ ബൈ ആദ്യത്തെ. ഇവിടെ രണ്ടാമത്തത് ബി ആ, അതുകൊണ്ട് ബിയുടെ സ്ക്വയർ ബൈ ആദ്യത്തത് എ ആ. b²/a. നോക്കിക്കേ, രണ്ടാമത് കിടക്കുന്ന ഏതാ? 8 അല്ലേ? അപ്പൊ 8ന്റെ സ്ക്വയർ ബൈ ആദ്യമേ കിടക്കുന്ന ഏതാ? 4 അല്ലേ? 8ന്റെ സ്ക്വയർ ബൈ 4. 8ന്റെ സ്ക്വയർ 64. 64-നെ 4 കൊണ്ട് ഹരിച്ചു 16. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒന്നെങ്കിൽ റേഷ്യോ ആക്കി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, മൂന്നാം അനുപാതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ടാമത്തതിന്റെ സ്ക്വയർ ബൈ ആദ്യത്തത്. അനു ഒരു ധനകാര്യ സ്ഥാപനത്തിൽ എത്ര രൂപ നിക്ഷേപിക്കുന്നു? 15,000 രൂപ നിക്ഷേപിക്കുന്നു. അവിടെ എങ്ങനെയാണ് പലിശ കണക്കാക്കുന്നത്? ഓരോ 3 മാസം കൂടുന്തോറുമാണ് പലിശ കണക്കാക്കുന്നത്. ഓരോ 3 മാസം കൂടുന്തോറും പലിശ കണ്ടുപിടിച്ച് വരിക. അപ്പോൾ അവിടെ അങ്ങനെ ആ രീതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശയിലായിരിക്കും വരുന്നത്. അങ്ങനെ വാർഷിക പലിശ നിരക്ക് വർഷം തോറുമാണ് എത്ര ശതമാനം? 8%. എങ്കിൽ ഒരു വർഷം കഴിയുമ്പം അവൻ എത്ര രൂപ തിരിച്ചു കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിക്കണേ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് പിയുടെ വില എത്ര തന്നെ? 15,000 രൂപ തന്നെയാണ്.
ഓരോ 3 മാസം കൂടുന്തോറുമാണ് പലിശ കണക്കാക്കുന്നത്. ഒരു വർഷത്തിൽ, ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്ര മാസം? 12 മാസത്തിൽ എത്ര 3 മാസമോ ഉള്ളത്? 12 മാസത്തിൽ എത്ര 3 മാസമുണ്ട്? 4 3 അല്ലേ? 12നെ ഈ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4 അല്ലേ കിട്ടുന്നത്? അപ്പോൾ നമ്മൾ എന്നായിട്ട് എടുക്കേണ്ടത് എത്ര? 4 എടുക്കേണ്ടത്. അതെങ്ങനെ 4 വന്നേ? ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസമുണ്ട്. ആ 12 മാസത്തിൽ എത്ര 3 മാസമുണ്ട്? 4 പ്രാവശ്യം. 3 മാസം കൂടുന്തോറും പലിശ കണക്കാക്കുന്നു. അതിൻ്റെ മറ്റൊരു പേര് ഓർത്തോണേ, പാദവാർഷികം. പാദവാർഷികമായിട്ട് പലിശ കണക്കാക്കുന്നു. അപ്പോൾ പ്രത്യേകത, ഓരോ 3 മാസം കൂടുന്തോറും പലിശ കണക്കാക്കുന്നു. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? പാദവാർഷികം എന്ന് പറയുമ്പോൾ ആ 12നെ 3 കൊണ്ട് ഹരിച്ച് എത്ര എന്ന് എഴുതുന്നത്? 4 എന്ന് എഴുതിയേ. ഇനി പലിശ നിരക്ക് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇവിടെ എത്ര ശതമാനോ? വർഷത്തിലാണ് എത്ര ശതമാനം? 8%. അവിടെ നിങ്ങൾ ആ 8നെ എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടേ? 4 കൊണ്ടാണ് ഹരിക്കേണ്ടേ. 8നെ എത്ര കൊണ്ട് ഹരിച്ചോണം? 4 കൊണ്ട് ഹരിച്ചോണം. അതായത് ഒരു വർഷത്തിൽ 3 മാസങ്ങളല്ലേ ഉള്ളേ. അതുകൊണ്ട് 12നെ എത്ര കൊണ്ട് ഹരിക്കുന്നു? തരുന്ന പലിശ, വാർഷിക പലിശ നിരക്കിനെ, വാർഷിക പലിശ നിരക്ക് 8 അല്ലേ? 8നെ തരുന്ന പലിശ നിരക്കിനെ എത്ര കൊണ്ടേ ഹരിക്കാവുള്ളൂ? 4 കൊണ്ട് ഹരിക്കുക. 4 എവിടുന്നാ വന്നേ? ഈ കിടക്കുന്ന 4. അതായത് ഒരു വർഷത്തിൽ എത്ര 3 മാസങ്ങൾ? 3 മാസങ്ങൾ. അതുകൊണ്ട് 4 കൊണ്ട് ഹരിച്ചു. പലിശ നിരക്ക് എത്ര ശതമാനം? 2% എന്ന് കിട്ടി. ഇനി നമ്മൾ കൂട്ടുപലിശയുടെ രീതിയിലേക്ക് വരുന്നു. ശ്രദ്ധിക്കുക, എത്ര വർഷത്തെ കേസാ? 4 വർഷത്തെ. ആ 4 എവിടുന്നാ കിട്ടിയേ? ഒരു വർഷത്തിൽ 3 മാസങ്ങൾ കണക്ക് ചെയ്തു. 12നെ 3 കൊണ്ട് ഹരിച്ചാണ് 4 എന്ന് വന്നേ. നമ്മൾ കൂട്ടുപലിശയിൽ ദാണ്ടേ ഇങ്ങനെ പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? 4 വർഷത്തേക്ക് കണ്ടുപിടിക്കാനുള്ളത് 1 4 6 4 1. ഈ ഒരു റൂള് പഠിച്ചിട്ടുണ്ടോ? 1 4 6 4 1. ഒന്ന് ഓർത്തിരിക്കുക. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എഴുതണ്ടേ. അതായത് ഇവിടെ 15,000 രൂപ. ഒന്നാമത്തെ വർഷം 15,000 രൂപ. ഇനി ഇതിൻ്റെ പലിശ അങ്ങ് പോയിക്കൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ ഈ കിടക്കുന്ന 15,000ന്റെ പലിശ കണ്ടുപിടിച്ച് അങ്ങ് പോവുക. എത്ര ശതമാനമാണ് പലിശയായിട്ട് എടുക്കണ്ടേ? 2%. അപ്പോൾ സൈഡിലോട്ട് മാറ്റി 15,000ന്റെ എത്ര ശതമാനം? 2% കണ്ടുപിടിക്കുക. നോക്കിയേ, ഈ 2 0 കളഞ്ഞു. 150 ഗുണം 2 എന്ന് കിട്ടി. 150 ഗുണം 2 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 300 എന്ന് കിട്ടി. ഇനി ഈ കിടക്കുന്നതിന്റെ പലിശയാണ് അടുത്ത മാസം എന്ന് പറയുമ്പം ഈ 300ന്റെ എത്ര ശതമാനം? വീണ്ടും 2% കാൽക്കുലേറ്റ് ചെയ്യുന്നു. നോക്ക്, ഈ 2 0 കളഞ്ഞു. 3 × 2 എത്ര എന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി 6ന്റെയും 2% അടുത്ത വർഷം വരുമ്പം 6ന്റെയും 2% കണ്ടുപിടിച്ചു. 6 × 2 12, 12/100. 6 × 2 12, 12/100 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.12 എന്ന് വരത്തില്ലേ? 100 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ പോരെ. പോയിന്റ് ഉള്ളതൊന്നും എഴുതണ്ട, നിങ്ങൾ അവസാനം നമുക്ക് കണക്ട് ചെയ്താവുന്നേ ഉള്ളൂ. പോയിന്റ് ഉള്ളത് അങ്ങ് ഒഴിവാക്കി ബാക്കിയുള്ളത് എടുത്ത് എഴുതിയാൽ മതി. ഓപ്ഷൻ അത് പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെയും ചെയ്യാം. 0.12 അതിൻ്റെ എത്ര ശതമാനം? 2%. നോക്കിക്കേ, 12 × 2 24 അല്ലേ? ഇവിടെ ഓൾറെഡി 2% ഉണ്ട്. 100 കൊണ്ട് ഹരിക്കുമ്പോൾ വീണ്ടും 2 സ്ഥാനം കൂടെ മാറ്റണം. 0.7 2 സ്ഥാനം ഉണ്ട്. 100 കൊണ്ട് ഹരിക്കുമ്പോൾ വീണ്ടും 2 സ്ഥാനം കൂടെ മാറ്റണം. അപ്പോൾ 0.12 × 2 24, ആകെ 4 സ്ഥാനം. 0.0024. അതെങ്ങനെ വന്നേ? 12 × 2 24 എഴുതി. ഓൾറെഡി ഇവിടെ 2 സ്ഥാനം കിടപ്പുണ്ട്. 100 കൊണ്ട് ഹരിക്കുമ്പോൾ വീണ്ടും 2 സ്ഥാനം കൂടെ നമ്മൾ കൊടുക്കണം. 24 എന്ന് കിട്ടി. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് പരസ്പരം ഗുണിക്കുക. നമ്മുടെ ആൻസർ ആവും. ഈ കിടക്കുന്നത് പരസ്പരം ഗുണിക്കുക. 1 × 15,000. 1 × 15,000 എത്ര തന്നെ? 15,000. ഈ 4നെ ഈ കിട്ടിയ 300 കൊണ്ട് ഗുണിക്കുന്നു. 4 × 300. 4 × 300 എന്ന് പറയുമ്പോൾ 4 3 12 1200 എന്ന് കിട്ടി. ഇനി ഈ കിടക്കുന്നതിനെ ഇതുകൊണ്ട് ഗുണിക്കുന്നു. 6 × 6. 6 × 6 36 എന്ന് കിട്ടി. വേണമെങ്കിൽ ഗുണിച്ചാൽ മതി. ഈ പോയിന്റൊക്കെ ഓപ്ഷനിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വേണമെങ്കിൽ ഗുണിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഗുണിച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കും, ഇത് പരസ്പരം ഗുണിക്കുന്നു. 4നെ 0.12 കൊണ്ട് ഗുണിക്കുന്നു. 12 × 4 48. 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തു. 0.6848 എന്ന് കിട്ടി. ഇനി ഇതിനെ അതേപോലെ തന്നെ 1നെ ഇതുകൊണ്ട് ഗുണിച്ചാൽ ഇത് തന്നെയല്ലേ? 0.0024. ടോട്ടൽ എമൗണ്ട്, വർഷാവസാനം കിട്ടുന്ന ടോട്ടൽ എമൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ആകെ തുകയെ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന എല്ലാം കൂടെ അങ്ങ് കൂട്ടുക. ഏതൊക്കെയുണ്ട്? 15,000 ഉണ്ട്, 1200 ഉണ്ട്, 36 ഉണ്ട്, ഇവിടെ 0.48 ഉണ്ട്, ഇവിടെ എത്ര കിടക്കുന്നത്? 0.0024 ഉണ്ട്. എല്ലാം കൂടെ അങ്ങ് കൂട്ടുന്നു. നമുക്ക് കൂട്ടി നോക്കാം. 15,000 എഴുതി. പ്ലസ്
എത്ര ഉള്ളത് 1200 എഴുതി. പിന്നെ ഉള്ളത് എത്ര 36 എഴുതി. ഇനി അടുത്തത് 0.48 വേണമെങ്കിൽ എഴുതിയാൽ മതി, വേണോ നമുക്ക് എഴുതാം 0.48 എഴുതി. അടുത്തത് 0.0024 കൂടി എഴുതി. എല്ലാം കൂടെ കൂട്ടി നോക്ക് 4284 പോയിന്റ് അതേപോലെ 63.261. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ പോയിന്റ് അങ്ങ് ഒഴിവാക്കിയിട്ടുള്ളതല്ലേ നമ്മൾ ഓപ്ഷനകത്ത് കിടക്കുന്നത്. എത്ര 16,236 രൂപ. ആൻസർ 16,236 രൂപ. ഇത് പാടാണെങ്കിൽ നിങ്ങൾ സാധാ രീതി എഴുതുക. അതെങ്ങനെയാണ് സാധാ രീതി ചെയ്യുന്നത് അതുകൂടെ ഒന്ന് നോക്ക്. എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര 15,000 അല്ലേ, ആ 15,000 നമ്മൾ എടുത്തെഴുതി. ശതമാനം നമ്മൾ പറയുന്നത് 100-ലല്ലേ, 100-ൽ എഴുതി. പലിശ നിരക്ക് എത്രോടെ കൂടുന്നു 2% എന്ന് പറയുമ്പോൾ 100ന്റെ കൂടെ 2 കൂടെ അങ്ങ് കൂട്ടുക 102 എഴുതി. 100-ൽ എത്ര എഴുതി 102. അത് എത്ര പ്രാവശ്യം എഴുതണം 4 വർഷത്തേക്ക്. അതുകൊണ്ട് 4 പ്രാവശ്യം എഴുതണം. 4 ടൈംസാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് 4 പ്രാവശ്യം ഈ കിടക്കുന്ന സംഖ്യ 4 പ്രാവശ്യം എഴുതണം. ഇൻറ്റു 100-ൽ 102 ഇൻറ്റു 100-ൽ 102 ഇൻറ്റു 100-ൽ 102. ഇത് ഗുണിച്ച് ആൻസർ എടുത്താലും നമ്മുടെ ഇത് തന്നെ കിട്ടും, ഈ കിടക്കുന്നത് തന്നെ കിട്ടും. ഇത്രയും ഗുണിച്ച് സമയം കളയേണ്ട, അതുകൊണ്ടാണ് നമ്മൾ ലോജിക്ക് യൂസ് ചെയ്തത്. ഇത് 4 വർഷത്തേക്കുള്ള കണ്ടുപിടിക്കാൻ 14641 പാസ്കൽസ് ട്രയാങ്കിൾ എന്ന ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു ചതുരത്തിൻ്റെ നീളം 60% വർദ്ധിച്ചാൽ അതിൻ്റെ വിസ്തീർണത്തിന് മാറ്റമുണ്ടാകാതെ വീതി എത്ര ശതമാനം കുറയ്ക്കാം എന്നാണ് ചോദ്യം. നോക്കിക്കേ, നമുക്കറിയാം ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ നീളം ഗുണം വീതി. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നീളം ഗുണം വീതി അല്ലേ. നോക്കിക്കേ, നീളം എത്ര ശതമാനം വർദ്ധിപ്പിച്ചു 60% വർദ്ധിപ്പിച്ചു. ശതമാനം നമ്മൾ 100-ലല്ലേ പറയുന്നത്, 100-ൽ എഴുതി. 60 കൂടെ വർദ്ധിപ്പിച്ചു. 100 ഉണ്ടായിരുന്നതിൻ്റെ കൂടെ 60 കൂടെ കൂട്ടി എന്ന് പറയുമ്പോൾ 100 എത്രയായി 160 ആയി. 100 ഉണ്ടായിരുന്നതിൻ്റെ കൂടെ 60 കൂടെ കൂടി. കുറയുമായിരുന്നെങ്കിൽ 160 കുറച്ചേനെ. ഇൻറ്റു നീളം ഇൻറ്റു വീതി. വീതി എന്ത് ചെയ്യണം, വീതി എത്ര ശതമാനം കുറയ്ക്കാം എന്നല്ലേ ചോദ്യം. അപ്പം 100-ൽ നമുക്കറിയത്തില്ല, ഞാൻ എക്സ് എന്ന് കൊടുക്കുക. എത്ര കുറയ്ക്കേണ്ടതൊന്നും അറിയത്തില്ല, എക്സ് എന്ന് എഴുതുക അവിടെ. അപ്പം നീളം 100ന്റെ കൂടെ 60 കൂടെ കൂട്ടി 160. വീതി എത്ര കുറയ്ക്കാമെന്നാണ് നമുക്കറിയാത്തതുകൊണ്ട് ഞാൻ എക്സ് എന്നൊക്കെ കൊടുത്തു. അവർ കിടക്കട്ടെ. ഇസ് ഈക്വൽ ടു വിസ്തീർണത്തിൽ എന്ത് സംഭവിക്കരുത്, മാറ്റം ഉണ്ടാകരുത് എന്ന് പറയുമ്പം 100 ഉണ്ടായിരുന്ന വിസ്തീർണം എത്ര തന്നെ ആകണം, 100 തന്നെ ആകണം. 100 ഉണ്ടായിരുന്ന സംഗതി 100 തന്നെ കിട്ടണം. 100 ഉണ്ടായിരുന്ന വിസ്തീർണം മാറ്റം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ 100 ഉണ്ടായിരുന്ന സംഗതി എത്ര തന്നെ ആകണം, 100 തന്നെ ആകണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വില ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിക്കേ. താഴോട്ട് ഞാനൊന്ന് എഴുതാം. 100-ൽ 160 ഇൻറ്റു 100-ൽ എക്സ് 100/100 എന്ന് പറയുമ്പോൾ 1 അല്ലേ. 100നെ 100 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലേ. ഇനി ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറം കൊണ്ടുവരാം. നോക്ക്, ഈ ഒരു 0 ചെറുതാക്കാവോ. ഇവിടെ 16-ഉം 10-ഉം ചെറുതാക്കാവോ. 16ന്റെ പകുതി 8, 10ന്റെ പകുതി 5. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ കട്ട് ചെയ്തൊക്കെ എഴുതാം. ഞാൻ കട്ട് ചെയ്യുന്നില്ല, അവസാനം കട്ട് ചെയ്യാം. ഈ താഴത്തെ 5 × 100 അതിനെ അങ്ങ് മേലെ കൊണ്ടുപോയിക്കൂടെ. എക്സ് = 500 എന്ന് കിട്ടി. 5 × 100 താഴത്തെ ഇതങ്ങ് മേലെ വന്നു. ബൈ ഈ മേളത്തതിനെ അങ്ങ് താഴെ എഴുതി. 500 ബൈ എത്ര എന്ന് കിട്ടി, 8 എന്ന് കിട്ടി. 500നെ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കാൻ, 8 കൊണ്ട് ഹരിക്കാൻ. വേണമെങ്കിൽ ചെറുതാക്കി വരാം. ശ്രദ്ധിക്കുക, 50-ഉം 8-ഉം നോക്കിക്കേ, 2 കൊണ്ട് ഹരിച്ചൂടെ. 50-ഉം 8-ഉം 2 കൊണ്ട് ഹരിക്കാവോ. 50ന്റെ പകുതി 25, 25 ഒരു 0. ഇവിടെ 8ന്റെ പകുതി 4. 250 ബൈ എത്ര എന്ന് കിട്ടി, 4 എന്ന് കിട്ടി. വീണ്ടും വേണമെങ്കിൽ 250നെ എത്ര കൊണ്ട് ഹരിക്കാൻ, 4 കൊണ്ട് ഹരിക്കാനല്ലേ. നമുക്ക് ഹരിച്ചു നോക്കാം. 250/4 ഹരിച്ച് പറ. 250നെ 4 കൊണ്ടൊന്ന് ഹരിച്ച് 6 4 24 ആണോ. ബാക്കി നോക്കിയിട്ട് പറ. 1 0 2 4 8. പോയിന്റ് ഒക്കെ ഇട്ട് വരട്ടെ. 2 0 കൊടുത്തു, പോയിന്റ് കൊടുത്തു. 20-നകത്ത് 5 4 20. അപ്പൊ എത്ര എന്ന് കിട്ടി, 62.5 എന്ന് കിട്ടി. എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വന്നു, 62.5 എന്ന് കിട്ടി. പക്ഷെ ഈ 62.5 നമ്മുടെ ഓപ്ഷൻ അത് കാണും. അത് കറുപ്പിച്ചിട്ടാൽ എന്താ ആൻസർ, എന്താ തെറ്റായിരിക്കും. കാരണം
എത്ര ശതമാനം കുറയ്ക്കാം എന്നല്ലേ ചോദ്യം. 100 ഉണ്ടായിരുന്നത് എത്രയായിട്ട് മാറി? 62.5 എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് എത്ര കുറച്ചെഴുതണം? 62.5 കുറയ്ക്കണം. എത്ര ശതമാനം കുറയ്ക്കാം എന്നല്ലേ ചോദ്യം. അപ്പൊ 100ൽ നിന്ന് 62.5 കുറയ്ക്കുന്നു. ആൻസർ 37.5. 100 മൈനസ് 62.5 എന്ന് പറയുമ്പോൾ 37.5 എന്ന് പറയുമ്പോൾ 37ഉം 2-1. ക്വസ്റ്റ്യന്റെ ആൻസർ കുറയ്ക്കേണ്ട അളവ് എക്സിന്റെ വില എന്ന് പറയുന്നത് 37.5. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പോർഷനുമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സിൽ കാണാം.